ഹലോ, നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ സെറ്റിങ്സിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഫോണിൽ കോൺടാക്റ്റ് സേവ് ചെയ്യാറുണ്ട്. ചില സമയം ഫോണിലായിരിക്കും, ചില സമയം സിമ്മിലായിരിക്കും. പക്ഷേ പുതിയൊരു ഫോൺ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴോ ഫോൺ ഫോർമാറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ ഈ കോൺടാക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മുടെ കോൺടാക്റ്റ് എങ്ങനെ സേവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഡിവൈസിൽ നിന്ന് കോൺടാക്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഓൺ ആവും. അതിനകത്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ താഴെയായിട്ട് ഇമ്പോർട്ട് ബാർ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് താഴെ രണ്ട് ഐക്കൺ വരും. അതിനകത്ത് താഴെയായിട്ട് എക്സ്പോർട്ട് ടു സ്റ്റോറേജ് ഡിവൈസ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സേവ് ചെയ്തിട്ടുള്ള നമ്പറുകൾ കാണാൻ പറ്റും. അതെല്ലാം സെലക്ട് ഓൾ ഞെക്കി സേവ് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു ഐക്കണിൽ വരും. ഇത് നമ്മുടെ അതിനകത്ത് സേവ് ചെയ്തേക്കുന്ന പേരാണ്. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ തന്നെ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. സേവ് ഞെക്കുക. അത് കഴിഞ്ഞ് വീണ്ടും സേവ് ഞെക്കുമ്പോഴത്തേക്ക് ബാക്ക് വന്നിട്ട് ഇമ്പോർട്ട് ഫ്രം സ്റ്റോറേജ് ഡിവൈസ് എന്ന ഐക്കൺ, നേരത്തെ നമ്മൾ കണ്ട ഐക്കണിൻ്റെ മേലിൽ കിടക്കുന്ന ഐക്കണാണ് ഇമ്പോർട്ട് ഫ്രം സ്റ്റോറേജ് ഡിവൈസ്. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നേരത്തെ സേവ് ചെയ്തത് ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എഴുതി കാണിക്കും സ്റ്റോറേജ് ആയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീട് നമുക്ക് ബാക്ക് അടിച്ച് മെയിൻ മെനുവിൽ പോയിട്ട് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ കിടപ്പുണ്ട്. ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മേളിൽ നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുക. ഈ ഓപ്പൺ ആവുന്ന ഗൂഗിൾ ഐ ഡിയുടെ ഓരോന്ന് നമ്മൾ സ്വിപ്പ് ചെയ്ത് മാറ്റണം. സ്വിപ്പ് ചെയ്യുമ്പോൾ മേളിൽ ഡേറ്റ ആൻഡ് പ്രൈവസി, സെക്യൂരിറ്റി, പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന ഓപ്ഷനിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് കോൺടാക്റ്റ് ഇൻഫോ ഫ്രം യുവർ ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം സേവ് കോൺടാക്റ്റ് ഇൻഫോ ഫ്രം യുവർ സൈൻഡ് ഡിവൈസസ് എന്നാണ്. അത് ഓൺ ആക്കിയിടുക. എനേബിൾഡ് ആക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുമ്പം നമ്മുടെ ഈ കോൺടാക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഗൂഗിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഗൂഗിൾ സേവ എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ കോൺടാക്റ്റ് ചെക്ക് ചെയ്യുമ്പം അങ്ങനെ കാണാൻ പറ്റും. ഇനി നമ്മൾ സേവ് ചെയ്യുന്ന കോൺടാക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൽ തന്നെ സേവ് ആയിക്കോളും. ഈ സേവ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമ്മുടെ കോൺടാക്റ്റ്. Thank you for watching. Bye bye.